ശരീരത്തിൽ നന്നായിട്ട് തടി കൂടുന്ന സമയത്ത് നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അത് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പല ഡോക്ടേഴ്സ് ആണെങ്കിലും ഈവൻ ഞാനാണെങ്കിലും പറയുന്ന ഒരു കാര്യം, തടി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ എന്നിട്ട് നിങ്ങളുടെ വയറിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തടി തൂങ്ങി നിൽക്കുന്നവരാണ്, തീരെ തീരെ കുറയുന്നില്ല എന്നൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു എക്സ്ട്രീം ഫാറ്റ് ബേണിംഗ് ഡയറ്റ് പ്ലാൻ ആണെന്ന് പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 7 കിലോ, 8 കിലോ, 9 കിലോ, മാക്സിമം പോവുകയാണെങ്കിൽ ഒരു 10 കിലോ വരെ നമുക്ക് വളരെ സുഖമായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഒരു 15 ദിവസം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് വരുന്നത് വരെ കുറച്ച് ഇഞ്ചസിൽ നമുക്ക് നല്ലൊരു മാറ്റം എന്തായാലും കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് നിങ്ങൾ കുറച്ച് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഏകദേശം ഒരു മാസം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടും തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഈ ഒരു ഡയറ്റ് പ്ലാന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഉണ്ടല്ലോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയറ്റിൽ കുറച്ചൊക്കെ വ്യത്യാസം കൊടുക്കുന്നുണ്ട്. കാരണം എപ്പോഴും നമുക്ക് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പൊ ഒരു മാസം കഴിയുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡയറ്റിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സവിശേഷതയായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെയാണ് കാലറി കുറവായിട്ടുള്ള ഡയറ്റ് ആണ്. കാലറി കുറവായിട്ടുള്ള ഡയറ്റ് നമ്മൾ കൂടുതലും മെൻഷൻ ചെയ്യുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പൊക്കെ കൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കൊഴുപ്പിന് കളയണം എന്നുണ്ടെങ്കിൽ കാലറി കുറവുള്ള ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ കാലറി ഡയറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവനിങ്ങിലുള്ള സ്നാക്സിന്റെ ഓപ്ഷൻ വരെ ഞാനിവിടെ പറയുന്നുണ്ട്. ഒരു ഓപ്ഷൻ മാത്രമല്ലാട്ട് തരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2-3 ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് കഴിക്കേണ്ടത് വെച്ചാൽ ഇവിടെ തന്നിട്ടുള്ള റെസിപ്പീസിൽ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിക്കാൻ മാത്രമേ യാതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എത്ര അളവിൽ കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ വീഡിയോ കിടക്കുന്നതിന് മുന്നേയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുകയാണ് തടി കുറയണം എന്നൊക്കെ ആഗ്രഹം നന്നായിട്ടുള്ളവരാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 ദിവസം ഫോളോ ചെയ്തിട്ട് 3 ദിവസം ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ റിസൾട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു മാസം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് രൂപേണ അറിയിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. സോ വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ നമ്മുടെ റുട്ടീനിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമതായിട്ട് ഞാൻ പറയുന്നത് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഒരു ഗ്ലാസ് കുമ്പളങ്ങയുടെ ജ്യൂസ് നമ്മൾ കുടിക്കുക. കുമ്പളങ്ങ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു അര പീസ് കുമ്പളങ്ങ അല്ലെങ്കിൽ ഒരു 1/4 പീസ് കുമ്പളങ്ങ ചെറുതായിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ അരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാം. അരിക്കാതെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫൈബർ നല്ല രീതിയിൽ കിട്ടും. ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ഒരു ഗ്ലാസ് വെറും വയറ്റിൽ നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും കുടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ കുമ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജ്യൂസ് നമ്മുടെ ശരീരത്തിന് ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ് ആണ് ചെയ്യാം. ശരീരത്തിലുള്ള മാലിന്യത്തിനൊക്കെ മലത്തിലൂടെ പുറത്തു കളയാനായിട്ട് വളരെയധികം സഹായിക്കും. നമ്മുടെ മലവും നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഷുഗർ ലെവലിനെ നന്നായിട്ട് കൺട്രോൾ ആയിട്ട് നിർത്തും. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ ഷുഗർ ലെവൽ നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്നും കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിക്കേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും കുറെ ഓപ്ഷൻസ് ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം, ഒരു ഗ്ലാസ് കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിക്കുക. ഇപ്പോ എന്നും നിങ്ങൾക്ക് കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിക്കാൻ താല്പര്യമില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യാം. ഇതിനായിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 3-4 തുളസിയുടെ ഇല ഉണ്ടല്ലോ അത് ഇടുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണേ ഇടാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ മറ്റേ റോ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചൊരു 4-5 പീസ് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്രയും ചെറിയൊരു പീസ് ഇഞ്ചിയുടെ കഷ്ണം കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചതച്ചിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1.5 ഗ്ലാസ് 1 ഗ്ലാസ് ആക്കുക. ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാം. ഒരു 3-4 പീസ് തുളസിയുടെ ഇലയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും 3-4 കുരുമുളകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ ഒരു വെള്ളം നിങ്ങൾക്ക് കുമ്പളങ്ങ ജ്യൂസ് എന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് കുടിക്കാം. പക്ഷെ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് നന്നായിട്ട് എരിച്ചൽ പോലെ തോന്നുന്നുണ്ട്, അൾസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ, ഇവിടെ നന്നായിട്ട് ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ തോന്നുന്നവരാണെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ. കാരണം ഇതിൽ ഇഞ്ചി ആണെങ്കിലും കുരുമുളകാണെങ്കിലും മഞ്ഞളാണെങ്കിലും കുറച്ചൊരു ഉഷ്ണ പ്രോപ്പർട്ടി, കുറച്ചൊരു ചൂടുള്ള കാര്യമായതുകൊണ്ട് ഈ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുമ്പളങ്ങ
കുമ്പളങ്ങയുടെ ജ്യൂസ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആണ് നെല്ലിക്കയുടെയും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള അലിവേറ ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കുടിക്കാം. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. പക്ഷെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്പളങ്ങയുടെ ജ്യൂസ് തന്നെയായിരിക്കും. കുമ്പളങ്ങയുടെ ജ്യൂസ് നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നല്ലൊരു മാറ്റങ്ങൾ എന്തായാലും കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഒരു അരമണിക്കൂർ ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു അരമണിക്കൂർ മുന്നേയായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ നമ്മളിവിടെ ഈ പറഞ്ഞിട്ടുള്ള ജ്യൂസുകൾ വെറും വയറ്റിൽ കുടിക്കാനായിട്ട് പറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം, രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ശരീരം ഒരു ഫാസ്റ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത് കുടിച്ചതിന് ശേഷം ഒരു 45 മിനിറ്റ് അരമണിക്കൂറിന് ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൽ ഞാനിവിടെ ഒരു 3 ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, ആഴ്ചയിൽ 3 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുളപ്പിച്ചിട്ടുള്ള പയർ കഴിക്കുക. ഒരു ബോളും മുളപ്പിച്ചിട്ടുള്ള പയർ, ഏത് പയറാണെങ്കിലും കുഴപ്പമില്ല, ചെറുപയർ, കടല, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ മുളപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊരു മുള വരില്ലേ, അത് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അത് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് വേവിച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഡൈജഷൻ, അതായത് ദഹിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് മസാലയൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ ടേസ്റ്റിൽ എങ്ങനെയാണോ ഏത് റെസിപ്പീസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ ആണ് ഒരു ബോൾ മുളപ്പിച്ചിട്ടുള്ള പയർ. ഇനി ഇത് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ബോറിംഗ് ആയിട്ട് തോന്നും, എന്ന് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ഓട്സ് ഉണ്ടല്ലോ, ഓട്സിന്റെ ഉപ്പുമാവ് പോലെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഈ പാക്കറ്റിൽ കിട്ടുന്ന മസാല ഓട്സിന്റെ കാര്യം അല്ലാട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഫാറ്റ് ലോസിനെ സഹായിക്കുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുക. അത് നിങ്ങൾ കുറച്ച് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഇത് ഉപ്മാവ് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആണ്, മുളപ്പിച്ചിട്ടുള്ള പയർ നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ദോശ പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ദോശയുടെ കൂടെ തക്കാളിയുടെ ചട്നി അല്ലെങ്കിൽ മല്ലിയിലയുടെ അല്ലെങ്കിൽ പുതിനയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചട്നി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ തേങ്ങയുടെ ചട്നി കുറച്ച് ഒഴിവാക്കാനായിട്ട് നോക്കും, കുറച്ചൊരു ഫാറ്റി കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് കുറച്ച് ഒഴിവാക്കാം. ബാക്കി തക്കാളിയുടെ ചട്നിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് നോക്കാം. പക്ഷേ ആഴ്ചയിൽ 3 വട്ടമെങ്കിലും അറ്റ്ലീസ്റ്റ് സ്പ്രൗട്ട്സ് ഉൾപ്പെടുത്താനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതിനും ഈസി ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾ നോക്കുന്നവരാണ്, അതായത് രാവിലെ കുക്ക് ചെയ്യാനായിട്ട് സമയമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ഓപ്ഷൻസിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് സ്മൂത്തി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് കേട്ടോ, പാലൊഴിക്കാത്ത സ്മൂത്തി. ഇതിനായിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു 3-4 കശുവണ്ടി പരിപ്പും ഒരു 4 ബദാമും കുതിർക്കാനായിട്ട് വെക്കുക. സെപ്പറേറ്റിൽ വേറൊരു ബൗളിൽ നിങ്ങൾ ഒരു 3 ടീസ്പൂണ് ഓട്സ് ഇല്ലേ, സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, ഓട്സും കൂടി കുതിർക്കാനായിട്ട് വെക്കുക. രാവിലെ ആവുന്ന സമയത്ത് കുതിർത്തിട്ടുള്ള ഈ ഓട്സും അതുപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും മധുരത്തിനായിട്ട് ഒരു ഈന്തപ്പഴം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സിനമന്റെ പൗഡർ, അതായത് കറുവപ്പട്ടയുടെ പൊടി അല്ലെങ്കിൽ കോക്കോ പൗഡർ, മധുരത്തിന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പഴം കൂടി കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്മൂതി രൂപത്തിലാക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്, പാലൊഴിക്കാതെ കിട്ടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കൂർ വരെ നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല. അപ്പൊ ഈ ഒരു കാര്യം വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇനി ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവരാണ്, ഇതിലും കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നാലാമത്തെ ഒരു ഓപ്ഷൻ ആണ്, അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ ആണ് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ സീസണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കാം. ഇപ്പൊ ചെറിയ പപ്പായൊക്കെ ആണെങ്കിൽ 2 പപ്പായ കഴിക്കുക, അല്ലെങ്കിൽ ഒരു ആപ്പിളും 2 പഴവും കഴിക്കുക. പഴം എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം എന്നല്ലാട്ടോ പറയുന്നത്, റോബസ്റ്റ് പഴമൊക്കെ അത് കുറച്ചും കൂടി ഈസിയാണ് ദഹിക്കാനായിട്ട്. അപ്പൊ റോബസ്റ്റ് പഴത്തിന്റെ കൂടെ ഒരു ആപ്പിളും കൂടി കോമ്പിനേഷൻ ചെയ്യുക. അങ്ങനെ സീസണിൽ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് സൂട്ട് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ ഒരു കാര്യം ചൂസ് ചെയ്യുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ഒരു 1/4 മണിക്കൂറിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ 2 മുതൽ 3 ഗ്ലാസ് വരെ എന്തായാലും വെള്ളം കുടിക്കണം. ഒറ്റയടിക്ക് കുടിക്കരുത്, പതുക്കെ പതുക്കെ സിപ്പായി ഓരോ ഗ്ലാസ് വീതം നിങ്ങൾക്ക് കുടിക്കാവുന്നതുമാണ്. അടുത്തത് നമ്മൾ പോകുന്നതാണ് ലഞ്ചിന്റെ ഓപ്ഷനിൽ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിനും ഇടയ്ക്ക് ഒരു 4 മണിക്കൂറിന്റെ ഗ്യാപ്പ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ
ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ മീൽ കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ ഒരു ബോള് സാലഡിൽ എന്ത് തരം കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല. അതായത് ഒരു ക്യുക്കുംബർ എടുക്കുക, ഒരു ചെറിയൊരു പീസ് ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ 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 പീസസ് ആക്കിയിട്ട് കുറച്ചൊന്ന് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ബോള് സാലഡ് അത് നിർബന്ധമായിട്ട് കഴിക്കണം. ഫാറ്റ് ലോസിന് നമ്മൾ കൂടുതലായിട്ട് സഹായിക്കുന്നത് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള സാലഡ്സ് ആണ്. അപ്പൊ ഈ ഒരു ബോള് നമ്മൾ സാലഡ്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറും കുറച്ചൊന്ന് ഫിൽ ആവും. അപ്പൊ അത്രയും ബാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സാലഡ്സിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ സാലഡ്സ് നമ്മൾ കഴിച്ച ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ കഴിക്കേണ്ടതാണ് നമ്മുടെ മെയിൻ മീൽ. ഇവിടെയാണ് നമുക്ക് ചെറിയൊരു ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയും ചോറും അല്ല, ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റ്സ് ആണ് നമ്മളിവിടെ കഴിക്കാനായിട്ട് പോകുന്നത്. മില്ലറ്റ്സിൽ വരുന്നത് കമ്പ്, തിന, ചാമ, ചോളം, റാഗി, ഈ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മില്ലറ്റ്സ്, അതായത് ചെറുധാന്യങ്ങൾ എന്ന് പറയാ. ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് ഈ ഒരു സീസണിൽ ബെറ്റർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പും റാഗി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള മില്ലറ്റ്സ് ആണ് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെസിപ്പീസ് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ ധാരാളം റെസിപ്പീസ് ചെറുധാന്യങ്ങളെ പറ്റിയിട്ട് പലരും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ചില ആളുകൾക്ക് ചോറ് മാത്രം കഴിച്ചാൽ വയറ് നിറയൂ എന്നുള്ളവർക്ക് ഇത് ചോറ് പോലെ ഉണ്ടാക്കിയിട്ടും കഴിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സീസണിൽ ചൂട് കൂടി നിൽക്കുന്ന ഒരു സീസണിൽ കമ്പ് വളരെ നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ റാഗി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റെസിപ്പീസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ചെറിയൊരു സാക്രിഫൈസ്, അതായത് ചോറിനെയും ചപ്പാത്തിനെയും മാറ്റിയിട്ട് ഈ ഒരു ചെറുധാന്യങ്ങളിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു ഷിഫ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ടേസ്റ്റ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ടേസ്റ്റ് ഉള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ലഞ്ചിന്റെ ഓപ്ഷൻ. എഗെയിൻ നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂറിന് ശേഷം 2 മുതൽ 3 ഗ്ലാസ് വരെ പതുക്കെ പതുക്കെ ഓരോരോ ഗ്ലാസ് ആയിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ഈവനിങ്ങിലത്തെ ഓപ്ഷൻ. ഇവിടെയാണ് പല ആളുകളുടെയും കൺട്രോൾ പോകാട്ടോ. കാരണം ഉച്ചയ്ക്ക് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈവനിങ് പെട്ടെന്ന് നമുക്ക് വിശക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നാമത്തെയാണ് ഈ താമരയുടെ മുട്ടുണ്ടല്ലോ, മഖാന എന്നാണ് നമ്മൾ ഇതിന് പറയാ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് താമരയുടെ മുട്ട് കുറച്ച് നിങ്ങൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ സ്പൈസസ്, അതായത് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ഐറ്റം ആണ്. ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് സോഫ്റ്റ് ആവട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇതിൽ നന്നായിട്ട് കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു കാര്യം കൂടിയാണ്. ഒരു ദിവസത്തിൽ 8 മുതൽ 9 വരെ പീസ് നിങ്ങൾക്ക് കഴിക്കാൻ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ആദ്യം കഴിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വറുത്ത കടലയുണ്ടല്ലോ, വറുത്ത കടലയും കപ്പലണ്ടിയും. ഒരു പിടി വറുത്ത കടല വേണമെങ്കിൽ കഴിക്കാം, ഒരു പിടി കപ്പലണ്ടി. ഓരോ ദിവസം മാറ്റി മാറ്റി നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇനി ഒരു പിടി വറുത്ത കടലയും കപ്പലണ്ടിയും കഴിച്ചിട്ട് നിങ്ങളുടെ വയറ് നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ 2 റോബസ്റ്റയുടെ പഴം വേണമെങ്കിൽ കഴിക്കാം. ഇതും പറ്റിയില്ലെങ്കിൽ ഒരു ആപ്പിളും 2 റോബസ്റ്റയുടെ പഴം കൂടി കഴിക്കുക. അപ്പൊ നിങ്ങൾ സ്വിച്ച് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടി കഴിക്കാനായിട്ട് നോക്കുക. ഇനി അവസാനത്തെയാണ് നമ്മുടെ ഡിന്നറാണ് കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം കേട്ടോ. ഫാറ്റ് ലോസിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഡിന്നറിന്റെ ഭാഗത്താണ്. അപ്പൊ ഡിന്നർ നിങ്ങൾ ഒരു 7 മണി മുതൽ 8 മണിക്കുള്ളിലെങ്കിൽ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 9 മണിക്കുള്ളിലെങ്കിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നേരത്തെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 7 മണി 8 മണിക്കുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളിൽ തന്നെ ഒരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ രാത്രി നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചാൽ രാവിലെ നമുക്ക് നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റും. അപ്പൊ രാത്രി ഭക്ഷണം കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. കേൾക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതാണ് സൂപ്പ് എന്ന് പറയുമ്പോൾ കൂടുതലും വെജിറ്റബിൾസിന്റെ സൂപ്പ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള മില്ലറ്റ്സ്, അത് കുറച്ച് നിങ്ങൾ എടുത്തിട്ട് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പച്ചക്കറി ഒക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞി പോലെ നിങ്ങൾക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കഞ്ഞി പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം.
ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ കുറെ ആളുകൾ ഉണ്ടാവും ഇതൊന്നും പറ്റില്ല, നമുക്ക് ഹെവി ആയിട്ട് തന്നെ കഴിക്കണം എന്ന് നിർബന്ധമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മില്ലറ്റ്സ് തന്നെ കുതിർത്ത് വെച്ചിട്ട് അതൊരു ദോശ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അതും നിങ്ങൾ മാക്സിമം ഒന്നോ രണ്ടോ, കൂടുതലാകരുത്, അതും ചെറിയ ചെറിയ ദോശ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ എത്രത്തോളം ലൈറ്റ് ആയിട്ട് സൂപ്പ് പോലെയുള്ള കാര്യങ്ങൾ കുടിക്കുന്നോ നിങ്ങളുടെ വെയിറ്റ് ലോസിന് അത്രയും നിങ്ങൾക്ക് സഹായിക്കും. കുറച്ചൊരു 4-5 ദിവസം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി കഴിക്കേണ്ട ഒരു കാര്യം. വളരെ ലൈറ്റ് ആയിട്ട് വെജിറ്റബിൾസിന്റെ സൂപ്പ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ കഞ്ഞി പോലെ നിങ്ങൾക്ക് കഴിക്കാം. ഇതൊന്നും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശ പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പക്ഷെ അത് വല്ലപ്പോഴും മാത്രം കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറഞ്ഞവയാണ് നമ്മൾ കുറച്ചും കൂടി ഡയറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളമൊക്കെ വെറും വയറ്റിൽ കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ വെറും വയറ്റിൽ എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ നടക്കാൻ പോകുന്നവരാണെങ്കിൽ നടക്കാൻ പോവുക, വെയിറ്റ് ട്രെയിനിങ് പോലെയുള്ള എക്സസൈസ്, യോഗ പോലെയുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലൊരു എക്സസൈസും കൂടിയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരു അരമണിക്കൂർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഈ റുട്ടീൻ നിങ്ങൾ ഒരു മാസം ചീറ്റിംഗ് ഇല്ലാതെ വിശ്വസിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒരു മാസത്തിന് ശേഷം എന്ത് ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താൻ നോക്കി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതും പ്രൊപ്പോർഷൻ വളരെ കുറച്ച് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു നേരത്തെ മാത്രം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ പുട്ട്, ഇഡ്ഡലി, ദോശ അതിനൊക്കെ പകരമായിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഉച്ചയ്ക്ക് മാത്രം നിങ്ങൾ കുറച്ച് ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫാറ്റ് ബേണിംഗ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. എഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് വിതിൻ എ മന്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണ്. കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. സോ എല്ലാവരും ഫോളോ ചെയ്യുന്ന വിശ്വസിക്കുകയാണ്. റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.